ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഓടിച്ചിരുന്ന ലോറി പുഴയുടെ അടിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഐബോട്ട് പരിശോധനയിലൂടെയാണ് ഈ വിവരം പുറത്തുവരുന്നത്. അതേസമയം ഉത്തര കന്നഡ MP വിശ്വേശ്വർ ഹെഗ്ഡെ കാവേരി സ്ഥലം സന്ദർശിച്ചു. ഷിരൂരിൽ നിന്ന് ആനന്ദ് പുത്തൂർ ചേർന്നു. വിവരങ്ങളുമായി ആനന്ദ്, ചില തർക്കങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, ഈ പരിശോധനകൾ സംബന്ധിച്ചെന്നും കൂടി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ലോറി അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി തന്നെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ആണ് ഏറ്റവും അപ്ഡേറ്റ്. മറ്റെന്തൊക്കെ? വീണ, എന്തായാലും ഇപ്പോൾ അവസാനമായി ട്രക്കിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് കരയിൽ നിന്ന് ഏതാണ്ട് 132 മീറ്റർ അകലെയാണ്. ഐബോർഡ് ഉപയോഗിച്ചുള്ള സാങ്കേതികവിദ്യയിലാണ് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ ക്യാബിന് ചെറിയ പരിക്കുകൾ ഉണ്ടാകാമെന്നുള്ള ഒരു നിഗമനവും ഏതായാലും ഉണ്ട്. മാത്രമല്ല ഈ ചളിക്കടിയിൽ അത് പൂണ്ടുകിടക്കുന്നതായി തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഏതാണ്ട് മനസ്സിലാവുന്നത്. ഈ പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ട വാർത്ത പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, അതായത് 8 അംഗ സംഘമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അത്തരത്തിൽ പുഴയിലിറങ്ങി പരിശോധന നടത്താനുള്ള അനുമതി ഇപ്പോൾ നേവി നൽകിയിരിക്കുകയാണ്. എന്തായാലും അവരുടെ ഒരു പ്രാദേശികമായിട്ടുള്ള അറിവുകൾ കൂടി ഈ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമാക്കാൻ തന്നെയാണ് സൈന്യമടക്കം തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളടക്കം കഴിഞ്ഞ 2 ദിവസമായി നിരന്തരമായി കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ രക്ഷാദൗത്യത്തിന് ഏറ്റവും തടസ്സമായി നിന്നത് പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ്. അതായത് ഈ 6 മുതൽ 8 നോട്ട്സ് വരെയാണ് ആ കുത്തൊഴുക്കുള്ളത്. ഒരു സാധാരണ മനുഷ്യർക്ക്, അതായത് നേവി അടക്കമുള്ള അത്യാധുനികമായിട്ടുള്ള ഇത്തരത്തിൽ പരിശീലനം നേടിയ വിദഗ്ധർക്കടക്കം പരമാവധി അത്തരത്തിൽ നീന്തിക്കൊണ്ട് തന്നെ അവിടെ പരിശീലനം നടത്താൻ തെരച്ചിൽ നടത്താൻ പറ്റുന്നത് എന്ന് പറയുന്നത് 3.5 നോട്ട്സാണ്. പക്ഷേ പുഴയിലെ ഒഴുക്ക് എന്ന് പറയുന്നത് 6 മുതൽ 8 നോട്ട്സ് വരെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം മാത്രത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധുനിക ഉപകരണങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഈ കർണാടക സർക്കാരുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവലോകന യോഗം അടക്കം നടത്തിയിരുന്നു. പക്ഷേ ആ അവലോകന യോഗത്തിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പാന്തൂൺ അടക്കമുള്ള ഈ ആധുനിക, അതായത് ഒരു നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്ന പോലെ ചങ്ങാടം, ഒരു വലിയ ചങ്ങാടമാണ് ഈ പാന്തൂൺ എന്ന് പറയുന്നത്. ആ ചങ്ങാടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആ പ്രദേശത്ത്, അതായത് ഈ ഒഴുക്കിലും അത് നിലനിർത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. പിന്നെ അപ്പോൾ ആ ചങ്ങാടത്തിൽ നിന്നുകൊണ്ട്, അതായത് ഈ പാന്തൂണിൽ നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുക അല്ലെങ്കിൽ പുരോഗമിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ആ പാന്തൂൺ കഴിഞ്ഞ ദിവസത്തെ അവലോകനത്തിൽ എത്തിക്കാമെന്ന് കർണാടകത്തിലെ ഭരണകൂടം സമ്മതിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അറിയിച്ചു. അത് പക്ഷേ ചെറിയൊരു തർക്കത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം കൃത്യമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് എന്ത് തന്നെ ആയാലും തീരുമാനത്തിലെടുത്ത ഒരു യോഗത്തിലെടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രത്തിൽ നിന്നടക്കം ആ ഒരു ഉപകരണം കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ട്. മാത്രമല്ല ടക്ക് ബോട്ടുകളടക്കമുള്ള ബോട്ടുകൾ ആ സ്ഥലത്തേക്ക് എത്തിക്കും. എന്ത് തന്നെയായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ ഇറങ്ങിക്കൊണ്ട് ഈ പരിശോധനകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ശരിയാണ്.